ഞങ്ങളൊരു വീട് എന്നുള്ളൊരു സ്വപ്നം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞങ്ങൾ ആദ്യം ഒരു എൻജിനീയറെ കണ്ടു, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ആർക്കിടെക്റ്റിനെ കണ്ടു. അപ്പം ഞങ്ങൾ അതിൻ്റെ വീടിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് എല്ലാം കഴിഞ്ഞ സമയത്താണ് ഇൻറ്റീരിയർ എന്നുള്ളൊരു പോർഷൻ ഞങ്ങൾ ആലോചിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് സോഷ്യൽ മീഡിയ വഴി ഒന്ന് നോക്കി. ഞങ്ങൾ അങ്ങനെയാണ് ഗസല്ലയെ സെലക്ട് ചെയ്യുന്നത്. ഗസല്ലയെ സെലക്ട് ചെയ്ത് നന്ദിനി മേഡമാണ് ആദ്യം ഞങ്ങളെ കാണാൻ വന്നത്. ഞങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ, ഞങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ നല്ല രീതിയിൽ നമുക്ക് നല്ലൊരു ഡ്രീം ഹോം ഗസല്ല ടീംസ് നമുക്ക് ഒരുക്കി തന്നു. നമുക്ക് ഇന്റീരിയറിനെ കുറിച്ച് വലിയ ഐഡിയാസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ നന്ദിനി മാഡവും ബിജു സാറും ഒക്കെ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത്. കാരണം നമുക്ക് ഒരുപാടൊന്നും അറിഞ്ഞുകൂടാ. കാരണം ഇതിന് മുമ്പൊന്നും നമ്മൾ അത്രയ്ക്ക് ഇൻറ്റീരിയർ ഒന്നും ഓരോ വീടുകളിൽ പോകുമ്പോഴൊന്നും അത്ര ശ്രദ്ധിക്കില്ല. അപ്പം കിച്ചൺ ആയാലും നമ്മുടെ ബെഡ്റൂംസ് ഒക്കെ ആയിരുന്നാലും നമുക്ക് നല്ല രീതിയിൽ ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും ഒരുപാട് ചെയ്തു തരാൻ ഇവർക്ക് പറ്റി. നമ്മൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. താങ്ക് യു ഗസല്ല. പിന്നെ നമ്മുടെ ഗസല്ലയുടെ ടീംസ് എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് നന്ദിനി മേഡം ആയിരുന്നാലും ശരി, ബിജു സാറായിരുന്നാലും ശരി, ഒരുപാട് നമുക്കറിയാത്ത പല കാര്യങ്ങളും ആ ടീംസ് നമുക്ക് നല്ലവണ്ണം പറഞ്ഞ് നമ്മളുടെ എല്ലാ കാര്യങ്ങളിലും തൃപ്തികരമായ രീതിയിൽ, നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ നല്ല രീതിയിൽ അവർ നല്ല തവണ വർക്ക് ചെയ്ത് നമുക്കൊരു ഡ്രീം, നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ നല്ല രീതിയിൽ അവരുടെ എല്ലാവരുടെയും കൂടെ ടീമായിട്ട് ചേർന്നിട്ടുള്ള ഒരു വർക്കായിരുന്നു നമ്മളുടെ ഈ വീട്.